എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഇൻവേർട്ടർ ഉണ്ടാക്കുന്നതാണ്. അത് ആവശ്യമായിട്ടുള്ള കമ്പോണൻസുകൾ ഒരു 1K റെസിസ്റ്റർ, പിന്നെ വേണ്ടത് കപ്പാസിറ്ററാണ്. 4.7 MF ഒരു 450 വോൾട്ട് കപ്പാസിറ്റർ. ഇതൊരു ഹീറ്റ് സിങ്ക് ആണ്. നമുക്ക് അതിനകത്ത് ട്രാൻസിസ്റ്റർ ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാനാണ് ഹീറ്റ് സിങ്ക്. D882 എന്നാണ് ട്രാൻസിസ്റ്റർ നമ്പർ. അടുത്തായിട്ട് വേണ്ടത് ഒരു ട്രാൻസ്ഫോമറാണ്. 12012 1 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ കണക്ഷനിലേക്ക് പോവാം. ട്രാൻസിസ്റ്റർ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഹീറ്റ് സിങ്കിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചൂടാവും. അപ്പോൾ ആ ഹീറ്റിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ അലുമിനിയം ഹീറ്റ് സിങ്കിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ ലെഗിലേക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണ്. ഇവിടുത്തെ കപ്പാസിറ്റർ എടുത്തിട്ട് കപ്പാസിറ്ററിന് നെഗറ്റീവ് പോസിറ്റീവ് എന്നീ 2 പോർഷൻ ഉണ്ട്. നമ്മൾ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗം ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലേക്ക് കണക്ട് ചെയ്യുന്നു. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗ് ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. അടുത്ത ട്രാൻസ്ഫോമർ എടുത്തിട്ട് ട്രാൻസ്ഫോമറിന് 3 വയറാണ് ഔട്ട്പുട്ടിൽ വരുന്നത്, അതായത് സെക്കൻഡറിയിൽ. അതിൽ ഒരു ലൈൻ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ നടുവിൽ കൊടുക്കുന്നു. രണ്ടാമത് വരുന്ന കണക്ഷൻ നമ്മൾ റെസിസ്റ്ററിലാണ് കണക്ട് ചെയ്യുന്നത്. സെൻറ്റർ ഭാഗം അങ്ങനെ ഇടുകയാണ് ചെയ്യേണ്ടത്. അത് പോസിറ്റീവ് ലൈനാണ് അവിടെ കണക്ഷൻ വരുന്നത്. നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് ലൈനാണ് ഈ മഞ്ഞ വയറിൽ ഇൻപുട്ട് ലൈനായിട്ട് വരുന്നത്. ഈ ചുവന്ന വയറിലാണ് നമുക്ക് 220 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒരു കറുത്ത വയർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇൻപുട്ട് നെഗറ്റീവ് ലൈനാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ ലെഗിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ഈ പ്രൈമറിയിലേക്ക്, ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലാണ് AC ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ബൾബ് ഹോൾഡർ കണക്ട് ചെയ്യാം. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇത്തരത്തിലുള്ള ടെക്നിക്കൽ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പല വീഡിയോസും ഉപകാരപ്പെടും. ഇതിലൊരു KSCBയുടെ 9 വാട്ട്സിൻ്റെ ബൾബാണ് ഞാൻ ഇടുന്നത്. KSCBയുടെ ഫിലമെൻ്റ് രഹിത കേരളം എന്ന പദ്ധതിയിൽ കിട്ടുന്ന ബൾബാണ്. നിങ്ങൾ ഈ ബൾബ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ KSCB ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അവസാനം അടച്ച KSCB ബില്ല് കാണിച്ചാൽ നിങ്ങൾക്ക് ഒരാൾക്ക് 10 ബൾബ് വരെ കിട്ടുന്നതാണ്. 65 രൂപ ഈ ബൾബിന് വരെയുള്ളൂ. KSCBയുടെ ബൾബാണ്. 3 വർഷം ഗ്യാരണ്ടി ഈ ബൾബിന് തരുന്നുണ്ട്. നമ്മളിതിലേക്ക് 12 വോൾട്ടാണ് ഇൻപുട്ട് വോൾട്ട് കൊടുക്കുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ നടുവിലത്തെ വയറാണ് പോസിറ്റീവായിട്ട് വരുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റിലത്തെ ലെഗാണ് നെഗറ്റീവ് കണക്ഷനിൽ വരുന്നത്. അത് മാറിപ്പോകരുത്. ഈ ട്രാൻസിസ്റ്റർ വാങ്ങണമെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്പുകൾ കിട്ടും. 10 രൂപ ഇതിന് വിലയുള്ളൂ. ഈ കൊതുക് ബാറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള ട്രാൻസിസ്റ്റർ ഇത് തന്നെയാണ്. 9 വാട്ട്സിൻ്റെ ബൾബാണ് ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല പ്രകാശമുണ്ട്.
ട്രാൻസിസ്റ്റർ വലിയധികം ഹീറ്റൊന്നും ആകുന്നില്ല. നമുക്കിനി ഇതിലേക്കൊരു മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാം. ഒരു 5 വോൾട്ടിൻ്റെ മൊബൈൽ ചാർജറാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉപകാരപ്രദമായ ഇത്തരം വീഡിയോകളൊക്കെ ഇനിയും കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന സെറ്റിങ്ങിലേക്ക് മാറ്റിയിടുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.